ഒറ്റ ദിവസം കൊണ്ട് ലോകം മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് വലിയൊരു ടക്ക് ഓഫ് വാറിലൂടെ ആയിരിക്കും കടന്നു പോകാൻ സാധ്യത. ഒരു വശത്ത് തകർപ്പൻ GDP ഡേറ്റ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അതേസമയം ലോകത്തെ ആകെ പേടിപ്പിക്കുന്ന, മാർക്കറ്റിനെ മുഴുവൻ ഞെട്ടിക്കുന്ന വാർ സിറ്റുവേഷൻ. ഇത് രണ്ടും കൂടി ക്ലാഷ് ആകുന്ന ഒരു വല്ലാത്ത വോളറ്റാലിറ്റി നിറഞ്ഞ ഒരു ദിവസമാകുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ GDP ഡേറ്റ തന്നെ മതിയായിരുന്നു ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന്. പക്ഷെ അതിനിടയിലാണ് ഒരു കറുത്ത മേഘം അഥവാ ഒരു ബ്ലാക്ക് സോൺ ഇവന്റ് വന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ആ ഒരു വലിയ വാർ ന്യൂസും മിഡിൽ ഈസ്റ്റിലെ അൺസർട്ടനിറ്റിയുടെ കൺഫ്യൂഷനുകളും കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ വാർ സിനാരിയോ വിപണിയെ ശരിക്കും ഷേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇറാനിലെ സംഭവ വികാസങ്ങൾ കാരണം ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ വലിയൊരു പാനിക് മോഡിലാണ്. മെയിനായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഹൈക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ FIIs വലിയ രീതിയിൽ ഷെയർസ് വിറ്റുമാറാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കൂടാതെ ചൊവ്വാഴ്ച ഹോളിയുടെ അവധി ആയതുകൂടി കൊണ്ട് ക്ലോസിംഗ് സമയത്ത് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാനും നല്ല സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഒരു സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ പകുതിയിൽ കൂടുതൽ നഷ്ടത്തിലാണെങ്കിൽ പാനിക് ആയിട്ട് പെട്ടെന്ന് സെല്ല് ചെയ്യരുത്. കാരണം ഇന്ത്യയുടെ GDP ഫിഗേഴ്സ് വളരെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം നോക്കുന്നവർക്ക് ഇതൊരു ബൈ ഓൺ ഡിപ്പ് അവസരമായി. പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സ് ശ്രദ്ധിക്കുക, വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നാളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സെക്ടേഴ്സ് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈ ആയാൽ പെയിന്റ്, ടയേഴ്സ്, ഏവിയേഷൻ തുടങ്ങിയ സെക്ടറുകൾക്ക് നല്ല ഒരു അടി കിട്ടാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ഗോൾഡ് പ്രൈസ് കുതിച്ചുയരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളും ഒരു പരിധിവരെ ലാഭത്തിൽ വന്നേക്കും. നിഫ്റ്റിയുടെ ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാൽ 25,000 എന്നത് വലിയൊരു സപ്പോർട്ട് ലെവലാണ്. തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാനുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാളെ ആരും വലിയ രീതിയിലുള്ള റിസ്ക് എടുത്ത് ഹീറോ ട്രേഡ്സിന് ശ്രമിക്കുന്നത് ആത്മഹത്യാപരമായേക്കും. നമ്മുടെ എക്കണോമി അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിലും ഗ്ലോബൽ ഫാക്ടേഴ്സ് നമുക്ക് എതിരാണ്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ഒരു എൻട്രിക്കും നിൽക്കരുത്. കയ്യിലുള്ള ക്യാപിറ്റൽ സേഫ് ആയിട്ട് വെക്കുക എന്നത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ മൈൻഡ് സെറ്റ്. സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ശ്രദ്ധിച്ച് മാത്രം സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അപ്പൊ നാളത്തെ മാർക്കറ്റ് ന്യൂസുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.